ഹായ് പ്രിയരെ, നമസ്കാരം. നമ്മുടെ മുഖ്യമന്ത്രി ഇടയ്ക്കിടയ്ക്ക് വിദേശയാത്ര പോകുന്നുണ്ട്. മുമ്പൊക്കെ വിദേശയാത്രയ്ക്ക് പോകുമ്പോൾ അത് സംസ്ഥാനത്തിന് വേണ്ടിയാണെന്നാണ് അദ്ദേഹവും അദ്ദേഹത്തോടൊപ്പവും ഉള്ളവർ പറഞ്ഞിരുന്നത്. അങ്ങനെ സംസ്ഥാനത്തിന് വേണ്ടി പോകുന്നു, സംസ്ഥാനത്തിന് ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവരാനാണ് പോകുന്നത്. അങ്ങനെ അവിടെയുള്ള വിദേശ മലയാളികളെയും വിദേശമായിട്ട് അല്ലാത്ത മലയാളികളല്ലാത്തവരെയും കണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരോട് അഭ്യർത്ഥിക്കാനും അങ്ങനെയുള്ള പ്രത്യേക യോഗങ്ങൾ കൂടാനൊക്കെയാണ് പോകുന്നത്. അതുകൊണ്ട് സംസ്ഥാനത്തിന്റെ താല്പര്യത്തിന് വേണ്ടിയാണ് പോകുന്നത് എന്നൊക്കെയാണ് അന്നും ഈ വിദേശയാത്രയ്ക്ക് പോകുമ്പോൾ മുഖ്യമന്ത്രിയും പറഞ്ഞിരുന്നത്, മുഖ്യമന്ത്രിയുടെ ഓഫീസും പറഞ്ഞിരുന്നത്, മുഖ്യമന്ത്രിയുടെ പാർട്ടിയും പറഞ്ഞിരുന്നത്, മുഖ്യമന്ത്രിയോടൊപ്പമുള്ള പിണറായിസ്റ്റുകളും പറഞ്ഞിരുന്നത്. എന്നാൽ അതേസമയം തന്നെ ഈ മുഖ്യമന്ത്രിയുടെ വിദേശയാത്രയിൽ ദുരൂഹതയുണ്ടെന്നും അത് ചില ഡീലിങ്സുകൾ നടത്താൻ വേണ്ടിയിട്ടാണ്, അത് മക്കളുടെ പേരിലുള്ള കമ്പനികളിലേക്കുള്ള ചില ബിസിനസ് ഡീലുകൾ ഉറപ്പിക്കാനും ആ ഡീലുകൾ ചർച്ച ചെയ്യാനും വേണ്ടിയിട്ടാണ് ഈ പോകുന്നത് എന്ന ആക്ഷേപവും അക്കാലത്ത് തന്നെ അതേ സമയത്ത് തന്നെ നമ്മുടെ നാട്ടിൽ ഉയർന്നിട്ടുണ്ട്. അത്തരം വാർത്തകളും നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതുമാണ്. അപ്പൊ ഇതെല്ലാം ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ഒരു പുതിയ ചില സംഭവ വികാസങ്ങൾ ഉണ്ടായിരിക്കുന്നത്. അതായത് നേരത്തെ പറഞ്ഞ ആക്ഷേപങ്ങൾ ശരിയാണെന്ന് വരുന്ന തരത്തിലുള്ള ചില രേഖകളും മറ്റുമൊക്കെ ഇപ്പൊ പുറത്തു വരുന്നു. പ്രധാനമായിട്ടും ഈ എക്സാലോജിക് എന്ന് പറയുന്ന പിണറായി വിജയന്റെ മകളായ വീണ വിജയന്റെ കമ്പനി അനധികൃതമായി ഈ CMRL എന്ന കമ്പനിയിൽ നിന്നും പണം വാങ്ങിയെന്നും ആ പണം എന്തിനാണ് വാങ്ങിയതെന്ന് ഇതുവരെയും പറയാൻ അവർക്ക് കഴിയുന്നില്ല. അത് പല അന്വേഷണ സമിതികളും, പ്രത്യേകിച്ച് ഇപ്പോൾ SFIO എന്ന് പറയുന്ന ഒരു അന്വേഷണ സമിതി ഈ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് എന്ന് പറയുന്ന ആ അന്വേഷണ സമിതി ഇപ്പോൾ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവര് ചോദ്യം ചെയ്തിട്ടും ഈ CMRL എന്ന് പറയുന്ന കരിമണൽ കമ്പനിയിൽ നിന്ന് എന്തിനാണ് പണം വാങ്ങിയത്, ആ പണം നിങ്ങളുടെ ഫണ്ടിലേക്ക് വന്നിരിക്കുന്നു, നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വന്നിരിക്കുന്നു, 1.25 കോടി 1.72 കോടി രൂപ വന്നിരിക്കുന്നു, എന്തിനെന്ന് ചോദിച്ചാൽ അതിന് മറുപടിയില്ല. പക്ഷെ അപ്പോ പറയുന്നത്, പാർട്ടിക്കാർ ഉൾപ്പെടെ പറഞ്ഞുകൊണ്ടിരുന്നത്, ഇത് രണ്ട് കമ്പനികൾ തമ്മിലുള്ള കരാറാണ്, ആ കരാറിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ പണം കൊടുത്തത്, അതിനകത്ത് യാതൊരു ദുരൂഹതയുമില്ല എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ ഈ വിദേശത്ത് അബുദാബിയിലും അമേരിക്കയിലുമൊക്കെ ഈ മുഖ്യമന്ത്രി ഇടയ്ക്കിടയ്ക്ക് പോവുകയും ചികിത്സ എന്ന പേരിൽ ആദ്യ കാലഘട്ടത്തിൽ കുറച്ചു കാലം പോവുകയും ചെയ്തിരുന്നു. ആ ചികിത്സ എന്ന പേരിൽ പോയതും എന്തിനാണ് എന്നൊക്കെ ഉള്ളത് ഇപ്പൊ കുറേശ്ശെ ഈ കുരുക്കുകൾ അല്ലെങ്കിൽ നമ്മുടെ ആ മുന്നിലുള്ള മറകൾ മാറി മാറി വരികയാണ്. PC ജോർജിന്റെ മകൻ ഷോൺ ജോർജ് അതുമായി ബന്ധപ്പെട്ടുള്ള ചില രേഖകൾ അദ്ദേഹം സംഘടിപ്പിച്ചെടുത്തിരിക്കുന്നു. ആ രേഖകളുമായിട്ട് ഇന്ന് അദ്ദേഹം വാർത്താ സമ്മേളനം നടത്തിയിരുന്നു. വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ, അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞ ചില കാര്യങ്ങൾ, ആ രേഖകളെല്ലാം അദ്ദേഹം അന്വേഷണ സമിതികൾക്കും അതുപോലെ ഹൈക്കോടതിയിലും കൊടുത്തിട്ടുണ്ട്. ഹൈക്കോടതിയിൽ അദ്ദേഹം കൊടുത്ത ഒരു ഹർജി, അതിന് ഉപഹർജിയായിട്ട് വീണ്ടും അന്വേഷണം നടത്തണമെന്നും, അതായത് ഞാൻ എല്ലാം കൂടെ കൺഫ്യൂഷൻ ആകാതിരിക്കാൻ പറയാം, അതായത് ഈ CMRL എക്സാലോജിക് തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് അന്വേഷണിക്കണമെന്ന് പറഞ്ഞാണ് ഈ ഷോൺ ജോർജ് ഹൈക്കോടതിയിൽ ഒരു ഹർജി കൊടുത്തിരിക്കുന്നത്. ആ ഹർജി ഇപ്പോഴും ഈ ഹൈക്കോടതിയുടെ പരിഗണനയിലാണ്. ഹൈക്കോടതി 1-2 തവണ അതിന്റെ വിചാരണകൾ എടുക്കുകയും കാര്യങ്ങൾ പരിശോധിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ഹൈക്കോടതി തന്നെ എക്സാലോജിക് കമ്പനിയോട്, വീണ വിജയന്റെ കമ്പനിയോട് വിശദീകരണം ചോദിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ CMRL എന്ന കമ്പനിയോടും വിശദീകരണം ചോദിച്ചിട്ടുണ്ട്. CMR കമ്പനിയോട് പറയും, നിങ്ങൾ എന്താണ് ഇതിനെ ഒളിച്ചു കളിക്കുന്നത്, നിങ്ങൾക്ക് എന്തെങ്കിലും മറച്ചു വയ്ക്കാനുണ്ടോ എന്ന് ഹൈക്കോടതി ചോദിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ഇപ്പോ ഒരു ഉപഹർജിയുമായിട്ട് ഷോൺ ജോർജ് പോയിരിക്കുന്നത്. ഉപഹർജി പോയത് എന്തെന്ന് പറഞ്ഞാൽ, വിദേശത്ത് ചില അക്കൗണ്ടുകളിൽ ഇതുമായിട്ട് ഈ പറയുന്ന എക്സാലോജിക്ക് അതുപോലെ ഈ CMRL ബന്ധമായിട്ട് ബന്ധപ്പെട്ട് ചില കമ്പനികൾ വിദേശത്തെ ചില അക്കൗണ്ടുകളിലേക്ക്, ചില കമ്പനികളുടെ അക്കൗണ്ടിലേക്ക് കുറെ പണം വന്നിട്ടുണ്ട്. അത് അമേരിക്ക, കാനഡ അതൊക്കെ ബന്ധപ്പെട്ടുള്ള ചില കമ്പനികൾ വന്നിട്ടുണ്ട്. ആ കമ്പനികളിൽ നിന്നും 3 കോടി രൂപ വീതമാണ് ഈ കമ്പനിയിലേക്ക് വന്നിരിക്കുന്നത്. ആ അബുദാബി ബേസ് ചെയ്തുള്ള ഒരു കമ്പനിയാണ്. അബുദാബി ബേസ് ചെയ്തുള്ള കമ്പനി എന്ന് പറയുന്നത് എക്സാലോജിക് എന്നും അതുപോലെ മീഡിയ സിറ്റി എന്ന് പറയുന്ന 2 കമ്പനികളാണ്. ഈ കമ്പനികളിലേക്ക് 3 കോടി രൂപ വരികയും അതോടൊപ്പം തന്നെ വന്നത് ഈ 2 കമ്പനികളിൽ നിന്നാണ്, അതായത് SNC ലാബിൽ എന്ന കമ്പനിയിൽ നിന്നും
അതുപോലെ ഈ പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പർ എന്ന് പറയുന്ന ഈ ഇന്റർനാഷണൽ ഒരു കമ്പനിയുണ്ട്. ആ കമ്പനിയിൽ നിന്നുമൊക്കെയാണ് ഈ പണം വന്നിരിക്കുന്നുള്ള രേഖകൾ ഷോൺ ജോർജ് സംഘടിപ്പിച്ചെടുത്തിരിക്കുന്നു. അത് വെച്ചിട്ട് അദ്ദേഹം കാര്യം പറയുന്നു. ഈ പണം വന്നിട്ട് ഈ അബുദാബിയിലെ ഈ കമ്പനിയിൽ വന്നിട്ട് ആ കമ്പനി നടത്തുന്നത് 1-2 മലയാളികളാണ്. അത് കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വവുമായിട്ട് ഏറ്റവും അടുത്ത ബന്ധമുള്ളവരുടെ കമ്പനികളാണ്. ആ കമ്പനിയിൽ നിന്നും അമേരിക്കയിലെ മറ്റു ചില അക്കൗണ്ടുകളിലേക്ക് പണം പോയിട്ടുണ്ട്. ഈ പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പർ എന്ന കമ്പനിയിൽ നിന്നും പണം എത്തുകയും ഇതെല്ലാം എവരും ഈ പറയുന്ന കമ്പനികളും ഈ പണം ഈ അബുദാബിയിലെ കമ്പനിയിലേക്ക് കൊടുത്ത അവര് ഈ നമ്മുടെ മസാല ബോണ്ടിലും അറിയാലോ, മസാല ബോണ്ട് ഇതുമായിട്ട് ഈ കിഫ്ബിയുടെ ഒക്കെ മസാല ബോണ്ട് ഈ കേസുമായിട്ട് ഇങ്ങനെ മിങ്കിൾ ചെയ്ത് കിടക്കുകയാണ്. ഈ മസാല ബോണ്ടിൽ ഒരു ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിൽ നിന്നൊക്കെ നമുക്ക് ഒരു ക്ലിയർ മനസ്സിലാക്കാൻ ഒരു പെട്ടെന്ന് മനസ്സിലാവുന്ന തരത്തിൽ ഞാൻ പറയാം. അതായത് ഈ കേരളത്തിൽ നിന്നും ഈ കള്ളപ്പണങ്ങൾ വിദേശ കറൻസിയാക്കി മാറ്റുകയും ആ വിദേശ കറൻസി പണം നേരെ വിദേശത്തുള്ള ചില അക്കൗണ്ടുകളിലേക്ക് മാറ്റുകയും ഇവിടെ നിന്ന് ഈ സ്വർണ്ണ കള്ളക്കടത്തുമായി ബന്ധപ്പെട്ടുള്ള ചില സമയങ്ങളിൽ നമ്മൾ കേട്ടതാണ്. ഇവിടെ നിന്ന് ഒരു ബാഗിൽ പണം ഉൾപ്പെടെയുള്ളവ കൊണ്ടുപോയി എന്നുള്ളത് ഒരു ആരോപണം ഉയർന്നത് നമുക്ക് അറിയാവുന്നതാണ്. അതെല്ലാം വെച്ച് നോക്കും, അതെല്ലാം നമുക്ക് പുറകെ നമ്മൾ ആലോചിക്കണം. വെച്ച് നോക്കുമ്പോൾ ഈ ഇവിടെ നിന്നുള്ള കള്ളപ്പണങ്ങൾ ഈ രാഷ്ട്രീയ നേതൃത്വത്തിൽ നിന്നും അധികാരത്തിന്റെ പച്ചയിൽ ഉണ്ടാക്കുന്ന കള്ളപ്പണങ്ങൾ ഇവിടെ നിന്ന് പല രൂപത്തിൽ ഈ ഗ്രീൻ പ്രോട്ടോകോൾ അനുസരിച്ച് വിമാനത്താവളത്തിൽ വഴി അന്വേഷണമില്ലാത്ത മാർഗങ്ങളിൽ കൂടി കൊണ്ടുപോയി അവിടെ നിക്ഷേപിക്കുകയും ആ നിക്ഷേപം ഈ കേരളത്തിലേക്ക് തന്നെ ഈ മസാല ബോണ്ട് വഴി ഒക്കെ തിരിച്ചു കൊണ്ടുവരികയും അതിനെ വെള്ളപ്പണമാക്കുകയും ചെയ്യുന്ന ഒരു മനോഹരമായ തന്ത്രം, അതായത് ഒരു മാഫിയ തന്ത്രം, അതാണ് നമ്മൾ ഈ കേരള രാഷ്ട്രീയത്തിൽ നടക്കുന്നത്. വളരെ ഭീകരമായ ഞെട്ടിക്കുന്ന ചില വിവരങ്ങളാണ് നമ്മൾ ഈ കാണുന്നത്. അതാണ് ഈ ഷോൺ ജോർജ് ഇപ്പോൾ പൊളിക്കാൻ പോകുന്നത്. എത്രമാത്രം ഷോൺ ജോർജിനെ കൊണ്ട് ആ ഒറ്റയാളിനെ കൊണ്ട് പൊളിക്കാൻ കഴിയുമെന്ന് നമുക്ക് കാത്തിരിക്കേണ്ടി വരും. പക്ഷെ എന്തായാലും ഈ പറയുന്ന അബുദാബി കമ്പനിയിലെ ഈ അക്കൗണ്ട് വിദേശത്തെ അമേരിക്കൻ കമ്പനിയിൽ നിന്ന് 3 കോടി രൂപ വന്ന അബുദാബിയിലെ കമ്പനി കൈകാര്യം ചെയ്യുന്നത് 2016 മുതൽ 19 വരെ കൈകാര്യം ചെയ്യുന്നത് വീണ തൈക്കണ്ടിയിലെന്നും അതുപോലെ എം സുധീഷ് എന്നും പറഞ്ഞ 2 പേരാണ്. ഈ 2 പേര് ആരാണെന്ന് കേരളത്തിലെ രാഷ്ട്രീയക്കാർക്കും നമ്മുടെ എല്ലാവർക്കും മാധ്യമക്കാർക്കും അറിയാം. അവരാണ് കൃത്യമായിട്ടും ഈ അക്കൗണ്ട് ഓപ്പറേറ്റ് ചെയ്തിരുന്നത്. ഈ അക്കൗണ്ടിൽ നിന്നാണ് അമേരിക്കൻ കമ്പനികളിലേക്ക് അമേരിക്കൻ അക്കൗണ്ടുകളിലേക്ക് പല അക്കൗണ്ടിലേക്കും പണം പോയത്. അപ്പം ഒറ്റ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ നാട്ടിൽ നിന്നും പണം ഒരുപാട് കൊണ്ടുവരികയും അതിനെ കള്ളപ്പണമായ പണത്തിനെ വിദേശ കറൻസിയാക്കി മാറ്റുകയും വിദേശ കറൻസിയാക്കി മാറ്റാൻ വേണ്ടി വിദേശത്ത് കൊണ്ടുപോയിട്ട് അതിനെ വിദേശ കറൻസി ആക്കുകയും എന്നിട്ട് അതിനെ ഒഫീഷ്യൽ പണമായിട്ട് വെള്ളപ്പണമാക്കി മാറ്റുകയും തിരിച്ച് നമുക്ക് തന്നെ ഉയർന്ന പലിശയ്ക്ക് ഈ മസാല ബോണ്ട് പോലുള്ള ഉയർന്ന പലിശയ്ക്ക് ആ പണം നമുക്ക് തന്നെ തരികയും ഇവിടെ കൊണ്ടുവരികയും അതിനെ വെള്ളപ്പണമാക്കി ഇങ്ങനെ പണക്കാരായി രാജാവായി മാറുകയും ചെയ്യുന്ന തന്ത്രമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന പാർട്ടിയുടെ നേതൃത്വത്തിലാണ്, അതിന്റെ നേതാവിന്റെ നേതൃത്വത്തിലാണ് ഇതെല്ലാം നടക്കുന്നത് എന്നതാണ് ഷോൺ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും അദ്ദേഹം ഉപഹർജി കൊടുത്തിട്ടുണ്ട്. വിദേശ അക്കൗണ്ടുകളെ കുറിച്ച് കൂടി അന്വേഷിക്കണമെന്ന് പറഞ്ഞിട്ട് ഉപഹർജി കൊടുത്തിട്ടുണ്ട്. അത് എത്രമാത്രം നമ്മുടെ ഈ ഹൈക്കോടതിക്ക് പരിശോധിക്കാൻ കഴിയും, അന്വേഷിക്കാൻ കഴിയുമെന്നതിനെ കുറിച്ച് ഒരു സാങ്കേതികമായ പ്രശ്നമുണ്ടെങ്കിൽ എത്രമാത്രം അത് ഹൈക്കോടതി പരിശോധിക്കുമെന്നത് കാണേണ്ടതുണ്ട്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ കാണുന്നവരെല്ലാം നമ്മളെ ഭരിക്കുന്നവരും നമ്മളെ നയിക്കുന്നവരും ഈ കേരളം ഭരിക്കുന്ന ഒരു ഭരണകൂടവും അതിൻ്റെ പാർട്ടിയും കൃത്യമായിട്ടും കള്ളപ്പണങ്ങൾ വെളുപ്പിച്ചു കൊണ്ടിരിക്കുന്നുള്ളതിൻ്റെ തെളിവുകൾ കുറേശ്ശെ പുറത്തു വരുന്നു. ഒരുപക്ഷെ 2-3 വർഷം കഴിയുമ്പോഴേക്കും നമുക്ക് വ്യക്തമായി ആ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. പക്ഷെ അപ്പോഴും ചില രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലുള്ള അന്തർധാരകൾ ഉണ്ടാവുകയും ആ അന്തർധാരകൾ വഴി ഇതിലേക്ക് കുറച്ച് തേച്ചുമാച്ച് കളയാൻ ശ്രമിക്കുകയും ചെയ്യും. പക്ഷെ എങ്കിലും 100% തേച്ചുമാച്ച് കളയാൻ കഴിയില്ല. ഈ കള്ളപ്പണ ഇടപാട് ഇപ്പോൾ ഭരണത്തിലിരിക്കുന്ന ഭരണകൂട നേതാക്കന്മാർ നടത്തുന്ന കള്ളപ്പണ ഇടപാട് നാളെ പുറത്തു വരിക തന്നെ ചെയ്യും. ഇപ്പോൾ ഈ കീജൈ വിളിക്കുന്ന അണികളുണ്ടല്ലോ, നേതാക്കന്മാരുണ്ടല്ലോ, അന്ന് അവർ എന്തു പറയും? കാത്തിരിക്കും.